എല്ലാവർക്കും ലാ ഫാമിലിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ഇന്നത്തെ യാത്ര വൺ ഓഫ് ദി വേൾഡ് വണ്ടറായ പാരീസിലെ ഐഫൽ ടവറിലേക്കാണ്. 1889 അലക്സാണ്ടർ ഗുസ്താവ് ഐഫൽ എന്ന എഞ്ചിനീയറിൻ്റെ നേതൃത്വത്തിൽ കംപ്ലീറ്റും ഉരുക്കുപയോഗിച്ച്, അതും 7300 ടൺ ഉരുക്കുപയോഗിച്ചിട്ട് ഒരു വർഷം കൊണ്ട് പണി തീർത്ത അതിഭീമമായ ഈ ഗോപുരം. ഏകദേശം 140 പണിക്കാരും 50 എഞ്ചിനീയർമാരും ഉൾപ്പെട്ട ടീം ഒരു വർഷം കൊണ്ടാണ് ഇതിൻ്റെ പണി പൂർത്തിയാക്കുന്നത്. ഐഫൽ ടവർ കാണാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ടിക്കറ്റ് അഡ്വാൻസ് ആയിട്ട് അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് തന്നെ എടുക്കാൻ ശ്രമിക്കുക. 2 മാസം മുമ്പ് വരെ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും. ഇൻ കേസ് നമുക്ക് നേരത്തെ ടിക്കറ്റ് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ, നേരത്തെ വരികയാണെങ്കിൽ അവരുടെ താഴെ തന്നെ, ഈ ഐഫൽ ടവറിൻ്റെ താഴെ തന്നെ ടിക്കറ്റ് ഓഫീസ് ഉണ്ട്. അവിടെ നിന്ന് നമുക്കും ടിക്കറ്റ് എടുക്കാനായിട്ട് പറ്റും. നിങ്ങൾക്കറിയാമോ, ഈ ഐഫൽ ടവർ ഓരോ 7 വർഷം കൂടുമ്പോഴും റീപെയിൻറ്റിങ് ചെയ്യും. അതും 25 പെയിൻറ്റർമാർ ചേർന്ന് 3 വർഷം കൊണ്ടാണ് ഓരോ പ്രാവശ്യത്തെയും പെയിൻ്റ് അടി പൂർത്തിയാക്കാം. ഇതിപ്പോൾ ലാസ്റ്റ് പെയിൻ്റ് അടി തുടങ്ങിയത് 2021 തുടങ്ങിയിട്ട് 2024 പാരീസ് ഒളിമ്പിക്സിനോടനുബന്ധിച്ചാണ് പെയിൻ്റ് അടി ഇപ്പോൾ പൂർത്തിയായിട്ടേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ കാണുന്ന കളറ് ഒരു യെല്ലോയിഷ് ബ്രൗൺ കളറിലാണ്. ഇത് ഐഫൽ ടവറിൻ്റെ 2nd ഫ്ലോറിൽ നിന്നും 360 ഡിഗ്രി ആംഗിളിലുള്ള കാഴ്ചയാണ്. അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ച. ഇപ്പോൾ കാണുന്നത് ഒളിമ്പിക്സ് വില്ലേജാണ്. 2024 ഒളിമ്പിക്സിനോടനുബന്ധിച്ച് ഭയങ്കര ബിസി ടൈമായിരുന്നു ജൂലൈ എന്ന് പറയുന്നത്. പക്ഷെ അതുകൊണ്ട് തന്നെ ഭയങ്കര സെക്യൂരിറ്റി ആയിരുന്നു. ഓരോ മുക്കിലും മൂലയിലും പോലീസുകാരായിരുന്നു. സാധാരണ പാരീസിലേക്ക് പോകുമ്പോൾ ആൾക്കാർ പറയും അവിടെ കളവ് കൂടുതലാണ്, ശ്രദ്ധിക്കണം. പക്ഷേ ഞങ്ങൾ പോയത് ഒളിമ്പിക്സിൻ്റെ സമയമായതുകൊണ്ട് പോലീസുകാരുടെ ഓവർ സെക്യൂരിറ്റി ആയിരുന്നു. അതുകൊണ്ട് വേറൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായില്ല. ഐഫൽ ടവർ നമ്മൾ കാണാൻ പോവുകയാണെങ്കിൽ ഡേയിലുള്ള വ്യൂ മാത്രമല്ല, ഈവനിങ്ങിലും നൈറ്റിലുള്ള വ്യൂവും കൂടെ ആസ്വദിച്ചിട്ടേ പോരാവൂ. സൺസെറ്റ് ആകുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി ലൈറ്റപ്പ് ചെയ്യും. നല്ല ഭംഗിയാണ് ആ കാഴ്ച കാണാനായിട്ട്. നല്ലൊരു ഗോൾഡൻ ഗ്ലോയിൽ അതിമനോഹരമായിട്ടുള്ള കാഴ്ച ഒരിക്കലും മിസ്സാക്കരുത്. പറ്റുമെങ്കിൽ ഐഫൽ ടവറിൻ്റെ തൊട്ട് താഴെ പോയിട്ട് തന്നെ വ്യൂ ആസ്വദിക്കാൻ പറ്റുവാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും. ഐഫൽ ടവർ കാണാൻ വേണ്ടി നിങ്ങൾ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ 2nd ഫ്ലോർ വരെയുള്ള ടിക്കറ്റ് അല്ല, സമ്മിറ്റിലേക്കുള്ള ടിക്കറ്റും കൂടെ ചേർത്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അവിടെ നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു അത്ഭുത കാഴ്ചയുണ്ട്. സർ ഗുസ്താഫ് ഐഫൽ അദ്ദേഹത്തിനോട് നിർമ്മിച്ച ഒരു ഓഫീസ് മുറിയിൽ അദ്ദേഹത്തിൻ്റെ നിർമ്മിതിയുടെ അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത തോമസ് ആൽവ എഡിസനുമായിട്ട് ഡിസ്കഷൻ നടത്തുന്ന ഒരു റൂം അതവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. മാത്രമല്ല അദ്ദേഹത്തെ വിസിറ്റ് ചെയ്ത ഫേമസ് ആയിട്ടുള്ള വ്യക്തികളുടെയൊക്കെ സിഗ്നേച്ചറുകൾ അദ്ദേഹത്തിൻ്റെ ഒരു ഗോൾഡൻ ബുക്കിൽ ശേഖരിച്ച് വെച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. അങ്ങനെ ഞങ്ങൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇത്രയും നേരം വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനിയും സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.